നമസ്കാരം സുഹൃത്തുക്കളെ, SP ജോബ് സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലായി നിരവധി ഒഴിവുകളാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 73/2026 മുതൽ 128/2026 വരെയുള്ള റിക്രൂട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 2 കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോസ്റ്റ് നോക്കാം. കാറ്റഗറി നമ്പർ 78/2026 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ട്രാക്ടർ. സാലറി വന്നേക്കുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിളിച്ചേക്കുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് 19 മുതൽ 48 വയസ്സ് വരെയാണ്. 2/1/1978 1/1/2007 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻസ് പറഞ്ഞേക്കുന്നേ SSLC ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാവണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക്കിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 79/2026 കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ. സാലറി വരുന്നത് 36,500 മുതൽ 89,000 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഏജ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരളയിൽ നിന്നുള്ള സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിനി അടുത്ത പോസ്റ്റ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ 82/2026 ആണ്. ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. സാലറി 31,100 മുതൽ 66,800 വരെയാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരള റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർവേയർ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് 2 ഇയർ കോഴ്സ് ഉണ്ടായിരിക്കണം. കൂടാതെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത പോസ്റ്റ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ 83/2026 അതും ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. സാലറി പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. 2 വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ സയൻസിലെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഉള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. നമുക്ക് അടുത്ത പോസ്റ്റ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ 84/2026 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. മെനി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. സാലറി വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്.
2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ജാനുവരി 2022 മുൻപ് ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളവർ വേർഡ് പ്രോസസ്സിംഗിൽ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റോ തത്തുല്യ യോഗ്യതയോ നേടിയിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 86/2026 മത്സ്യ ഫെഡിൽ സ്റ്റോർ കീപ്പറാണ്. സാലറി 24,400 മുതൽ 55,200 വരെയാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ SSLC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ആണിത്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതെ ഓർത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 90/2026 ആണ്. ജൂനിയർ ക്ലർക്കാണ്. കോപ്പറേറ്റീവ് സെക്ടറിലെ അപ്പെക്സ് സൊസൈറ്റീസിലേക്കാണ് വേക്കൻസി ഉള്ളത്. സാലറി വരുന്നത് 17,400 മുതൽ 46,450 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 മുതൽ 44 വയസ്സ് വരെയാണ്. 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രിയോടുകൂടെ HDC ഓർ HDC ആൻഡ് BM ഓർ JDC ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BCom വിത്ത് കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 91/2026 വനം വന്യജീവി വകുപ്പിൽ സർവേ ലാൻഡ്സ്കേഴ്സ്, ഡീപോട്ട് ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചേഴ്സ്, പ്ലാന്റേഷൻ വാച്ചേഴ്സ് ആൻഡ് മേസ്ട്രീസ്, TB വാച്ചേഴ്സ് ആൻഡ് ബംഗ്ലോ വാച്ചേഴ്സ്, ടിംബർ സൂപ്പർവൈസേഴ്സ്, തോപ്പ് വാർഡൻ, റിസർവ് വാച്ചേഴ്സ്, താന വാച്ചേഴ്സ് ആൻഡ് ഡിസ്പെൻസറി അറ്റൻഡേഴ്സ്. സാലറി 23,000 മുതൽ 50,200 വരെയാണ്. വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് വേക്കൻസി ഉള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചേക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടുള്ളതല്ല. കൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി പറയുന്നുണ്ട്. ഹൈറ്റ് മിനിമം 163 സെന്റിമീറ്റേഴ്സ് ആണ്. ചെസ്റ്റ് മിനിമം 79 സെന്റിമീറ്റേഴ്സ് ആണ്. മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 2 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ PSC സ്വകാര്യ ജോലി അവസരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.